പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ തിരുവചനങ്ങളിലൂടെ ധ്യാനിക്കുവാനും ഞങ്ങളെ തന്നെ കണ്ടെത്തുവാനും കൂടുതൽ അങ്ങയുടെ കൃപയാൽ നിറയപ്പെടാനും അങ്ങയുടെ ദൈവികമായ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനും അങ്ങ് ഞങ്ങൾക്ക് ഇട നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങയുടെ വചനത്തിന് ശക്തിയാൽ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ, കുറവുകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ കൂടുതൽ ശക്തിയുള്ള, അഭിഷേകമുള്ള, കൃപയുള്ള മക്കളാക്കി രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ദൈവകൃപ നിറഞ്ഞ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ശബ്ദത്തെ, കേൾവിയെ എല്ലാം അവിടുന്ന് പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, അല്പസമയം നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക. എനിക്ക് കഴിഞ്ഞ ദിവസം ജീസസ് യൂത്തിലൊക്കെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനായ പയ്യൻ, അവൻ വളരെയേറെ രോഗാവസ്ഥയിൽ കിടക്കുക. ഒരു മാരകമായ അവസ്ഥയിൽ കുറേ അടുപ്പിച്ചടുപ്പിച്ച് 3-4 ഓപ്പറേഷനൊക്കെ അവന് വേണ്ടി വന്നു. അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഠിനമായ വേദനയിൽ ഈ പയ്യൻ കിടക്കുക. കഠിനമായ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് പഴുപ്പൊക്കെ ഇങ്ങനെ വന്ന് ആകപ്പാടെ കഠിനമായ വേദനയിലാണ് ആ പയ്യൻ. ആ വേദനയ്ക്കിടയിൽ കിടന്നുകൊണ്ട് അവൻ ആ വേദനകളെ തമ്പുരാൻ്റെ കുരിശിനോട് ചേർത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇടയ്ക്കൊക്കെ അവൻ മൊബൈലിൽ മെസ്സേജ് വിടും. അപ്പം അതിൽ അവൻ വിട്ടൊരു മെസ്സേജ് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചു. അവൻ്റെ വേദന എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ വേദനയ്ക്കിടയിൽ കിടന്നുകൊണ്ട് അവൻ വിട്ട മെസ്സേജ് അതിങ്ങനെയായിരുന്നു. അവൻ അങ്ങനെ എഴുതിയിരിക്കണേ: ഗോഡ് ഡസ് നോട്ട് കോൾ ദ ക്വാളിഫൈഡ്, ബട്ട് ഹി ക്വാളിഫൈസ് ദ കോൾഡ്. ദൈവം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയല്ല വിളിക്കുന്നത്, പക്ഷേ വിളിച്ചവനെ അവിടുന്ന് ക്വാളിഫൈ ചെയ്യുന്നു എന്ന്. ഒരു മനുഷ്യൻ്റെ കഴിവ് നോക്കിയിട്ടല്ല ദൈവം വിളിക്കുന്നത്, പക്ഷേ ഏവനെയാണോ ദൈവം വിളിക്കുന്നത്, എന്തിനാണോ വിളിക്കുന്നത്, അതിന് ആവശ്യമായ രീതിയിൽ അവനെ ദൈവം ക്വാളിഫൈ ചെയ്യുന്നു. ദൈവം അവനെ ഒരുക്കുമെന്ന് ശക്തമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അനേകം പേരെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചവരിലൂടെ കടന്നു പോകുമ്പോൾ ശക്തമായിട്ട് ഫലം പുറപ്പെടുവിച്ചിട്ടുള്ളവരൊക്കെ തന്നെ ബലഹീനരും ദുർബലരും ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളും തകർച്ചകളും പ്രശ്നങ്ങളും ഉള്ളവരൊക്കെയായിരുന്നു. പക്ഷേ ദൈവം എപ്പോൾ വിളിച്ചോ, എപ്പോൾ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചോ, എപ്പോൾ ദൈവം അവരെ ഏറ്റെടുത്തോ, എപ്പോൾ ദൈവത്തിന് സ്വന്തമായി അവർ മാറിയോ, അപ്പോൾ മുതൽ ദൈവം അവരെ ക്വാളിഫൈ ചെയ്യാൻ തുടങ്ങി ദൗത്യത്തിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടത്. ഇപ്പോൾ എന്നെ ദൈവം ഒരു പുരോഹിതനായിട്ട് വിളിക്കുമ്പോൾ, നിന്നെ കുടുംബജീവിതത്തിലേക്കോ ദാമ്പത്യ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷകളിലേക്കോ ജീവിത അന്തസ്സിലേക്കോ വിളിക്കുമ്പോൾ നമ്മൾ അതിനെയോർത്ത് ഒരിക്കലും ആകുലപ്പെടേണ്ടതില്ല. എനിക്കതിനുള്ള യോഗ്യതയില്ലല്ലോ, കഴിവില്ലല്ലോ, പഠിക്കാൻ കഴിവില്ല, അതിനുള്ള ശക്തിയില്ല, ഇതൊന്നും ആർക്കും തന്നെയില്ല. പക്ഷേ ഏത് അവസ്ഥയിലാണെങ്കിലും വിളിക്കപ്പെട്ട അവസ്ഥയിൽ ദൈവത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം കൃത്യമായിട്ട് നൽകി അനുഗ്രഹിക്കും. നമുക്കറിയാം, ശിഷ്യന്മാരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. വലിയ കഴിവുണ്ടായിട്ടുള്ളവരോ അല്ലെങ്കിൽ വലിയ പാണ്ഡിത്യമുണ്ടായിട്ടുള്ളവരോ PhD-ക്കാരോ ഡോക്ടറേറ്റുകാരോ വലിയ പണ്ഡിതരോ വലിയ സമ്പന്നരോ ആരുമില്ല. പക്ഷേ അവരെല്ലാവരും തന്നെ ദൈവത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവം അവരെ ക്വാളിഫൈ ചെയ്തു. ദൈവം അവരെ ഒരുക്കിയ രീതി നമുക്കറിയാം. ഒത്തിരിയേറെ വീഴ്ചകൾ, ഒത്തിരിയേറെ ബലഹീനതകൾ, ഒത്തിരി തള്ളിപ്പറച്ചിലുകൾ, അതിനിടയ്ക്ക് ഒറ്റിക്കൊടുത്ത അവസ്ഥ, ഒറ്റയ്ക്കാക്കി പോയ അവസ്ഥ, ഇങ്ങനെയുള്ളവരുടെ ബലഹീനമായി പോയ, ദുർബലമായി പോയ അവസ്ഥകളെ ഒക്കെ അനുഭവങ്ങളിലൂടെ പഠിപ്പിച്ച് മക്കളെ, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ ആരോഗ്യമല്ല, നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ തീരുമാനം അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നിങ്ങൾ എപ്പോൾ സ്വന്തമാക്കിയെടുക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ ജീവിതം ഫലദായകമായിട്ട് മാറും. നമുക്കറിയാം, സ്ലീഹന്മാരെ ഒരുക്കി. അപ്പസ്തോല പ്രവർത്തനത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അത്യുന്നത ശക്തി അവിടെ മേൽ വന്ന് ആവസിച്ചു. പിന്നീട് സ്ലീഹന്മാരെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്തപ്പോൾ അവരുടെ ശക്തി നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് അല്പസമയം നമുക്ക് 1-2 വ്യക്തിത്വങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ദൈവം അവരെ ക്വാളിഫൈ ചെയ്ത രീതി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മോശയെ എടുത്തുനിന്ന് കാണാം.
മോശയെ ദൈവം പ്രത്യേകമായ രീതിയിൽ വിളിച്ചു. മോശയുടെ ജീവിതത്തിലേക്ക് ഉടനീളം നോക്കിക്കോ, ദൈവം മോശയെ വിളിക്കാൻ പോകുന്ന അല്ലെങ്കിൽ താൻ വിളിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ചെറുപ്പം മുതലേ അവനെ ഒരുക്കിയെന്നാണ് പറയാം. ചെറുപ്പം മുതലേ ഒരുക്കി. ജനിച്ചപ്പോൾ തന്നെ ആ കൊച്ചിനെ എന്താണ് അമ്മ വളരെയേറെ നമുക്കറിയാം, അവൻ്റെ സാഹചര്യമൊക്കെ അറിയാം, ഒരു പ്രത്യേക അവസ്ഥയിൽ അതിനെ ഒരു ചെറിയ പെട്ടിയിലാക്കി വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുകയാണ്. വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുക. അപ്പോൾ സാധാരണ ആ കൊച്ചിന് വേണമെങ്കിൽ അതൊരു ആന്തരിക മുറിവായിട്ട് എടുക്കാം. അതായത് എൻ്റെ അമ്മ ആ കൊച്ചിന് കാര്യകാരണ സഹിതമോ ചിന്തിക്കാനോ അപ്പോഴത്തെ പശ്ചാത്തലം അറിയത്തില്ല. എന്തുമായിട്ട് ആ കുഞ്ഞ് നമ്മൾ ഈ ആന്തരിക മുറിവിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ കുഞ്ഞിനെ ഒത്തിരി മുറിവേൽപ്പിക്കാൻ സ്വാധീനിക്കാം. ആ കുഞ്ഞിങ്ങനെ വിചാരിക്കാം, എൻ്റെ അമ്മ എന്ത് ദുഷ്ടസ്ത്രീയാണ്, ജനിച്ചപ്പോൾ തന്നെ എന്നെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ നമുക്കറിയാം, ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽ ഈ മോശ എന്ന് പറയുന്ന വ്യക്തി വെള്ളം കണ്ട് പേടിക്കാൻ പാടില്ല. പിന്നീട് ഒരു വലിയ ജനത്തെ കടലിനെ വിഭജിച്ചുകൊണ്ട്, കടലിനെ ഭയപ്പെടാതെ കടലിനോട് ആജ്ഞാപിച്ച് ആ കടലിനെ വിഭജിച്ച് അക്കരയ്ക്ക് കടത്തേണ്ടവനാണ്. അതുകൊണ്ട് ഈ മോശ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും വെള്ളം കണ്ട് പേടിക്കാൻ പാടില്ല. അതുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ അവനെ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തിൻ്റെ പേടി മാറ്റാൻ വേണ്ടി ദൈവമൊരുക്കിയ ഒരു അനുഭവമായിരുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കിക്കേ, ഈ മോശ ഈ ജനത്തിനു വേണ്ടി ഫറവോയുടെ മുമ്പിൽ കൊട്ടാരത്തിൽ വന്ന് ദൈവജനത്തിനു വേണ്ടി വാദിക്കേണ്ടവനും അവരെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടവനുമാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ, അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം അവന് വേണം. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഇസ്രായേൽക്കാരുടെ കൂടെ നിന്നാൽ മോശയ്ക്ക് ട്രെയിനിങ് കിട്ടില്ല, ഈ ശക്തി കിട്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മോശയെ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ വിട്ട് പഠിപ്പിക്കാനും കൊട്ടാരവുമായിട്ട് ബന്ധം പുലർത്താനും രാജസിംഹാസനവും രാജാവും കൊട്ടാരവും പടയാളികളുമൊക്കെ ആയിട്ട് ഒരുമിച്ച് കഴിയാനുള്ള, അല്ലെങ്കിൽ അവിടെ പഠിക്കാനുള്ള ഒരു വലിയ ഒരുക്കൽ ദൈവമായ കർത്താവിന് മോശയ്ക്ക് കൊടുക്കുക. മോശയുടെ ബാല്യകാലം, കൊട്ടാരത്തിൽ എല്ലാ സുഖം, കൊട്ടാരത്തിലെ ട്രെയിനിങ്, രാജകുമാരന്മാർക്ക് കിട്ടുന്ന പഠനം, വിദ്യാഭ്യാസം എല്ലാം ലഭിക്കാൻ ഇടയാകത്തക്ക വിധം ദൈവത്തിൻ്റെ അനന്തമായ ഇടപെടൽ മോശയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ അവനെപ്പോഴും അറിയാം, ഞാനൊരു ഹെബ്രായനാണ്, ഞാൻ ഇസ്രായേൽക്കാരനാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ അവൻ്റെ സ്വന്തം ആളുകളെ ഒരു ഈജിപ്തുകാരനെ പീഡിപ്പിക്കേണ്ടപ്പോൾ അവൻ ഈജിപ്തുകാരനെ കൊല്ലുകയാണ്. അതിനുശേഷം എന്തിനു വേണ്ടി? സ്വന്തം ജനത്തിനു വേണ്ടി. സ്വന്തം ജനം. പക്ഷേ പിറ്റേ ദിവസം സ്വന്തം ജനക്കാർ തന്നെ, അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാർ, അവൻ്റെ വംശക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ച വയ്ക്കുമ്പോൾ ആ അനീതി പ്രവർത്തിച്ചവനോട് ഈ മോശ പറയുന്നുണ്ട്, നീ എന്താ തെറ്റ് ചെയ്തേ? അപ്പോൾ അവൻ എതിർത്ത് സംസാരിക്കുന്നു. ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ മോശ പേടിച്ച് ഭയന്ന് വിറച്ച് അവിടെ നിന്ന് ഓടുക. ഇതറിഞ്ഞപ്പോൾ ഫറവ പോലും മോശയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മോശ ഒളിച്ചോടി മിദിയാനിലേക്ക് അവിടെ ചെന്നു. പുരോഹിതനായ ജത്രോയുടെ മകളെ സിപ്പോറയെ വിവാഹം ചെയ്തു. അവിടെ ഒരു കുഞ്ഞായി അവൻ അവിടെ ശാന്തമായിട്ട് ഒളിച്ച് പാർത്ത് ജീവിക്കുകയാണ്. വീണ്ടും ദൈവത്തിൻ്റെ വിളി വരാണ്, മോശ നിന്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ സന്നിധിയിൽ ഉയർന്നിരിക്കുന്നു, നീ ഈജിപ്തിലേക്ക് പോ. ഇവിടെ വരെ ദൈവമായ കർത്താവ് മോശയെ ഒരുക്കി, വിളിച്ചു, ശക്തിപ്പെടുത്തി, അഭിഷേകം ചെയ്തു. അതിനുശേഷം അവനെ വീണ്ടും അയക്കുകയാണ് ഈ ഈജിപ്തിലേക്ക്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ, ചിലപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന്, ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവ് വലിയ കുടിയൻ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സ്നേഹമില്ല. ഇന്ന് പല വിവാഹമോചനങ്ങൾ, അല്ലെങ്കിൽ ചില സമൂഹങ്ങൾ, സന്യാസ ഭവനത്തിൽ സമൂഹങ്ങൾ ഒരു പ്രശ്നമുള്ള സമൂഹം, അല്ലെങ്കിൽ ചില മേഖല അധികാരികൾ വളരെ കഠിനമായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ്. മോശ ഇതുപോലെ ഈജിപ്തിൽ നിന്ന് ഫറവോയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയവനാ. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ അങ്ങോട്ട് തന്നെ പോ, നീ അങ്ങോട്ട് പോ. ഫറവോ അവിടെ തന്നെയുണ്ട്. തന്നെ കൊല്ലാൻ വേണ്ടി അന്വേഷിക്കുന്ന ഫറവോ അവിടെയുണ്ട്. തന്നെ വെറുക്കുന്ന ജനം അവിടെയുണ്ട്. തന്നെ സ്വീകരിക്കാത്ത ജനം അവിടെയുണ്ട്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത് ഈ മോശയെ ഈജിപ്തിലേക്ക് വീണ്ടും അയക്കുക. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന് വിളി സ്വീകരിച്ച്, തൻ്റെ മാനുഷികമായ ഇഷ്ടങ്ങളോ സുഖങ്ങളോ ചിന്താഗതികളോ കാഴ്ചപ്പാടുകളോ ഒന്നും നോക്കാതെ ദൈവത്തിന് വിളി സ്വീകരിച്ച് ദൈവത്തെ അനുസരിച്ച് പോവുക. അപ്പോൾ മോശ പറയുന്നത്, ഞാൻ വിക്കനാണ്, ഞാൻ വിക്ക. ഈ മോശയുടെ വിക്കൊക്കെ ഒരു വലിയ ദൈവിക പദ്ധതിയിൽ വന്നതാ. അവിടെയാണ് മോശ പറയുന്നത്, എനിക്കൊരു സഹായം വേണം. അങ്ങനെ ഇത് അഹ്റോനെ ദൈവമായ കർത്താവ് മോശയ്ക്ക് നൽകുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ
മോശയെ ദൈവം ഒരുക്കി ഈജിപ്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുക. വീണ്ടും നോക്കിക്കേ, അവിടെ ചെന്ന് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ ഈ മോശ ഇടപെടുമ്പോൾ ഒത്തിരി അടയാളങ്ങൾ ദൈവം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഓരോ അടയാളങ്ങൾ കഴിയുമ്പോഴും കന്മഴ പെയ്യ്ക്കുന്നു, ഈച്ചകൾ വർദ്ധിക്കുന്നു, തവളകൾ പെരുകുന്നു, വെട്ടുകിളികൾ കടന്നു വരുന്നു. ഓരോന്ന് കഴിയുമ്പോഴേക്കും ഫറവോ പറയും, നീ നിന്റെ ജനത്തെ കൊണ്ടുപോക്കോ. പക്ഷേ അല്പം കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട് കർത്താവ്, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. ഓർത്ത് നോക്കിക്കേ, കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയെന്ന് പറയാം. മോശ എല്ലാം ചെയ്യാം, ഈ ജനത്തിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നു, ഒത്തിരി പറയുന്നു. പക്ഷെ കർത്താവ് തന്നെ ഈ പ്രവൃത്തി ചെയ്യാണ്, ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. അവിടെയും ഒരു ദൈവികമായ വലിയൊരു പദ്ധതിയുണ്ട്. കാരണം കഠിനമായ ഫറവോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ മോശയ്ക്ക് അവിടെ പോകേണ്ടി വരുന്ന അവസ്ഥ. അതായത് കഠിനമായ ഹൃദയമുള്ള ഒരു ജനത്തെ നയിക്കേണ്ടവനാണ് മോശ. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നു. ചെങ്കടലത്തിൻ്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു. ഒരു നന്ദിയില്ലാത്ത ജനം ഇത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മോചിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ദൈവത്തിൽ വിശ്വസിക്കാതെ, മോശയെ അനുസരിക്കാതെ ഈ കഠിനമായ ജനം ഈ മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും മോശ നിരാശപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പല പ്രാവശ്യം ഫറവോയുടെ ഹൃദയം കഠിനമാക്കി. ആ അവസ്ഥയിൽ പോലും ദൈവത്തോട് ചേർന്ന് പ്രത്യാശയിൽ തളരാതെ, ഒളിച്ചോടാതെ നിൽക്കാനുള്ള വലിയ ഒരു കൃപ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്നു. ഒരു ശക്തമായ മനസ്സ്, ശക്തമായ ഹൃദയം, പരാജയപ്പെടാത്ത, നിരാശപ്പെടാത്ത, തളർന്നു പോകാത്ത ഒരു മനസ്സ് മോശയ്ക്ക് വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് ഫറവോയുടെ ഹൃദയം പല പ്രാവശ്യം കഠിനമാക്കിയത്. കാരണം ഈ ഇസ്രായേൽ ജനം കഠിനമായ ഹൃദയമുള്ളവരാ, നന്ദിയില്ലാത്തവരാ, അനുസരണക്കേട് കാണിക്കുന്നവരാ, അവിശ്വസ്തരാ. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ചെങ്കടൽ കടത്തി അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ജനം ഭയങ്കര സന്തോഷം, ഭയങ്കര നന്ദി. അല്പം കഴിഞ്ഞപ്പോഴേക്കും വിശന്നു, പരാതി, പരിഭവം, എണ്ണിപ്പറക്കൽ, ശപിക്കൽ. അവർക്ക് ഭക്ഷണമില്ല. വീണ്ടും ദൈവം മന്ന കൊടുത്തു, അപ്പോൾ നന്ദി. വീണ്ടും ഇത് മാത്രം, മന്ന മാത്രം, അതേ വീണ്ടും കാടപ്പക്ഷിയെ കൊടുത്തു, മാംസം കിട്ടി. വീണ്ടും വെള്ളമില്ല. അവിടെയൊക്കെ ദൈവത്തിനെതിരെ മറുതലിക്കുന്ന, അല്ലെങ്കിൽ ദൈവമേ ഞങ്ങൾക്ക് ജലമില്ല, ഞങ്ങൾക്ക് വെള്ളം തരണമേ, ദൈവത്തിൽ ആശ്രയിക്കുകയല്ല ഈ ജനം ചെയ്യുന്ന കഠിന ഹൃദയത്തോടെ നന്ദിയില്ലാതെ പെരുമാറുമ്പോഴൊക്കെ അവിടെ മോശ തളരാൻ പാടില്ല, മോശ നിരാശപ്പെടാൻ പാടില്ല. അതിനനുസരിച്ചുള്ള ഒരു വലിയ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ദൈവമായ കർത്താവ് മോശയ്ക്ക് നൽകിയ വിധം പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ സന്ദേശത്തിലൂടെ പറയുക, ദൈവമായ കർത്താവ് ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയല്ല വിളിക്കുന്നത്. പക്ഷെ ആരെ വിളിച്ചുവോ അവനെ ദൈവം ശക്തമായിട്ട് ക്വാളിഫൈ ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എന്തുമാത്രം പ്രതിസന്ധികളാണ്, എന്തുമാത്രം കഷ്ടപ്പാടുകളാണ്. ഏതെങ്കിലും ജീവിതത്തിലേക്ക്, അന്തസ്സിലേക്ക്, ഉത്തരവാദിത്വത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മെ അതിനുവേണ്ടി ഒരുക്കുന്ന രീതി തീർച്ചയായിട്ടും ഭൂരിഭാഗം മക്കളിലും സഹനങ്ങൾ, കഷ്ടപ്പാടുകൾ, തിരസ്കരണങ്ങൾ, സംശയങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ഒത്തിരി നമ്മൾ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. പക്ഷെ തിരസ്കരണങ്ങൾ മാത്രം, ഒരു പ്രോത്സാഹനമില്ല. തിരസ്കരിക്കപ്പെട്ട അവസ്ഥ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, തിരസ്കരിക്കപ്പെട്ടവർ സ്വീകരിക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വിളിയനുസരിച്ച് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് മാത്രം ചേർന്ന് നിന്ന് ജീവിച്ചവർ മിക്കവാറും എല്ലാവരും തന്നെ കാലഘട്ടത്തിൻ്റെ തിരസ്കരണം അനുഭവിച്ചവരാ. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മൾ കാണണം. അത് ഒരിക്കൽ പോലും അത് മാനുഷികമല്ല. അതുകൊണ്ടല്ല കാരണവന്മാരൊക്കെ പറയാണ്ടല്ലോ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ലെന്ന്. തീയിൽ കുരുക്കണം നമ്മൾ. നമുക്ക് ആ ശക്തി ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ ജഡത്തെ കീഴടക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ത്യാഗം ചെയ്യേണ്ടതുണ്ട്, എന്തുമാത്രം ഉപവാസം. ഈശോ പറയുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും ത്യാഗവും പരിത്യാഗവും ജാഗരണവും കൊണ്ടല്ലാതെ നമുക്ക് ഈ ജഡത്തെ കീഴടക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തെ കീഴടക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെ പ്രലോഭനങ്ങൾ കീഴടക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ദൈവം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തരും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു മദ്യപാനിയുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് വിശുദ്ധയാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഒരു തകർച്ച എപ്പോഴും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതും നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കി തീർക്കുന്നതുമാണ്. അപ്പം അത് നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ദൈവമായ കർത്താവ് നമ്മെ ആ ദൗത്യത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ സത്യമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഉരുക്കി വാർത്തെടുക്കുന്ന, അതിനെ സജ്ജമാക്കി എടുക്കുന്ന
ഒരു എന്താ പറയുക, സഹനത്തിൻ്റെ തീച്ചുളയിലുള്ള ഒരു വിശുദ്ധീകരണവും ഒരു ഉറപ്പിക്കലും ഉണ്ടാകും. വീണ്ടും പഴയ നിയമത്തിൽ ജോസഫിനെ എടുത്ത് നോക്കിക്കേ. ഒത്തിരിയേറെ അദ്ദേഹത്തിന് ഒരു വിളിയുണ്ട്. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടി അവൻ ഈജിപ്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അവൻ ഈജിപ്തിൻ്റെ അധിപനായി മാറേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഏറ്റവും ആദ്യം എന്താണ് ദൈവമായ കർത്താവ് ചെയ്തത്? അവനെ അവൻ്റെ സഹോദരന്മാർ എല്ലാവരും വെറുത്തു. അവനെ സഹോദരന്മാർ വെറുത്തു. പ്രിയപ്പെട്ടവരെ, ജോസഫിനെ സഹോദരന്മാർ വെറുത്തില്ലായിരുന്നുവെങ്കിൽ ഈജിപ്തിലേക്ക് ഒരിക്കലും അവൻ എത്തുകയില്ലായിരുന്നു. പക്ഷെ ദൈവമായ കർത്താവ് ഒരുക്കിയ വഴി ഒത്തിരി സഹനത്തിൻ്റെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടും, കുടുംബത്തിൽ തിരസ്കരിക്കപ്പെടും, ഒറ്റപ്പെടുത്തപ്പെടും. പക്ഷേ അതിലൊക്കെ പിന്നീട് നമ്മൾ കാണാൻ പറ്റും ദൈവത്തിൻ്റെ ശക്തമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം നമ്മെ ഈ വഴിയിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നതാണ്. ജോസഫിനെ സഹോദരന്മാർ വെറുത്തു, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരുവന് സഹതാപം തോന്നി, അവനെ വലിച്ചു കയറ്റി ഈജിപ്തുകാർക്ക് വിറ്റു. ഈജിപ്തുകാർ അവൻ അടിമയെ കൊണ്ടുപോയി. എന്നിട്ട് അവനെ പോത്തിഫറിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പോത്തിഫറിൻ്റെ വീട്ടിൽ അവൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് അവിടെ സുഖിച്ച് ജീവിക്കേണ്ടവനല്ല ജോസഫ്. ജോസഫിന് വലിയ ദൗത്യമുണ്ട്. അതുകൊണ്ട് ജോസഫ് അവിടെ കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതാ ദൈവം ഒരുവളെ അവിടെ ഒരുക്കി. ആരാണ്? പോത്തിഫറിൻ്റെ ഭാര്യ. പോത്തിഫറിൻ്റെ ഭാര്യ അവിടെ ദൈവമായ കർത്താവ് ഒരുക്കിയെന്ന് വേണമെങ്കിൽ കാണാം നമുക്ക്. കാരണം ഈ ജോസഫ്, ഈ പോത്തിഫറിൻ്റെ ഭാര്യയുടെ ഒരു സംഭവം ഉണ്ടായില്ലെങ്കിൽ ജോസഫ് മിക്കവാറും പോത്തിഫറിൻ്റെ കുടുംബത്തിൽ തന്നെ ജീവിച്ച് മരിച്ചതിനെ, അവസാനിച്ചതിനെ ചിലപ്പോൾ. പക്ഷേ ഈ പോത്തിഫറിൻ്റെ ഭാര്യയുമായുള്ള പ്രശ്നമുണ്ടായി. അവൻ കർത്താവിനോട് ചേർന്ന് നിന്നു. അതിൻ്റെ പേരിൽ അവനെ വെറുത്തു. സംഭവങ്ങൾ നമുക്കറിയാം. അവൻ കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്നാലും അവിടെയും കിടക്കേണ്ടവനല്ല അവൻ. വീണ്ടും ദൈവമോടെ ഇടപെടുക. അവിടെ ഒരു പാചകക്കാരൻ്റെയും പാനപാത്രവാഹകൻ്റെയും സംഭവം നമുക്കറിയാം. അവരുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് അതിനനുസരിച്ച് പാനപാത്രവാഹകൻ രാജകൊട്ടാരത്തിലേക്കും പാചകക്കാരൻ വധിക്കപ്പെടുകയും ചെയ്തു. ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഈ ജോസഫ് ഈ പാനപാത്രവാഹകനിലൂടെ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെയാണ് ഈ ജോസഫ് അവിടെ വെച്ച് രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിനനുസരിച്ച് രാജാവ് ഫറവോ അവനെ ഈജിപ്തിൻ്റെ അധിപനാക്കി. അങ്ങനെ ഈജിപ്തിൻ്റെ മേൽ അധികാരം കിട്ടിയപ്പോൾ, ഞാൻ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചതാ, ഈജിപ്തിന് അധികാരം കിട്ടിയപ്പോൾ ജോസഫ് ഏറ്റവും ആദ്യം നന്ദി പറയാൻ പോയത് പോത്തിഫറിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് എന്ന് പറയാം. ഒരു തമാശയായിരിക്കും, എന്തുമാട്ടെ അതിനടിസ്ഥാനത്തിൽ വലിയൊരു സത്യമുണ്ട്. ജോസഫിനെ ദൈവം വിളിച്ചു. അവസാനം ജോസഫ് ദൈവികമായ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർ അവർ അടിമകളെ പോലെ തൻ്റെ കാൽക്കീഴിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഈജിപ്തിൽ വിറ്റതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട. ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമായ കർത്താവ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന്. ദൈവത്തിൻ്റെ ജ്ഞാനം കണ്ടോ? ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതി കണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് പറഞ്ഞ ദൈവമായ കർത്താവ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെയല്ല തിരഞ്ഞെടുക്കുന്നത്, പിന്നെയോ വിളിച്ചവനെ അവിടുന്ന് ശക്തമായി ക്വാളിഫൈ ചെയ്യും ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി. പക്ഷേ അതെല്ലാം തന്നെ ഒത്തിരി സഹനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ, തിരസ്കരണങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിലേക്ക് നോക്കിക്കോ. അനുഗ്രഹം പ്രാപിച്ചവർ, രക്ഷ പ്രാപിച്ചവർ, വിശുദ്ധരായിട്ടുള്ളവർ, രക്തസാക്ഷികളായിട്ടുള്ളവർ, സ്വർഗത്തിൽ അവകാശികളായിട്ട് തീർന്നവരൊക്കെ തന്നെയും ഇതുപോലെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് കടന്നുപോയവരും, അതിനുവേണ്ടി ഒറ്റപ്പെടുത്തപ്പെട്ടവർ, തിരസ്കരിക്കപ്പെട്ടവർ, സഹനങ്ങൾ ഏറ്റെടുത്തവർ, അങ്ങനെ ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വേദനകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു സന്യാസ സഹോദരി പറയായിരുന്നു, എന്നെ ആരും മനസ്സിലാക്കണില്ല, എന്നെ ആരും ഉൾക്കൊള്ളുന്നു, അതുകൊണ്ട് ഞാൻ ഇത് വിട്ടുപോകാൻ പാടെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരി, ദൈവത്തിൻ്റെ അനന്തമായ വിളിയിൽ വിശുദ്ധരായി തീർ അൽഫോൻസാമ എടുത്ത് നോക്ക്. എല്ലാവരും തന്നെ തിരസ്കരിക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ തിരസ്കരിക്കപ്പെട്ടവരൊക്കെ സ്വീകരിക്കപ്പെട്ടതാണ് ബാക്കി ഉള്ള അനുഭവങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, ഈ സമൂഹത്തിന് വേണ്ടി ജീവിച്ചു, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, ഭർത്താവിന് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ആർക്കും എന്നെ വേണ്ട, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇട്ടിട്ട് പോകാനുള്ള ഒരു വലിയ ഒരു പൈശാചിക ബന്ധനമുണ്ട്. പക്ഷെ അതിനെ സ്വീകരിച്ച് നോക്കിക്കേ, ഏറ്റെടുത്ത് നോക്കിക്കേ. അതൊക്കെ നമ്മുടെ കുടുംബത്തിന്, പൗരോഹിത്യത്തിന്, സന്യാസ ജീവിതത്തിന്, സമർപ്പണ ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റുകയും നമ്മെ അത് സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും. അതുകൊണ്ട് മോശയെ നോക്കിക്കേ. മോശയ്ക്ക് വേണമെങ്കിൽ ആ ഈജിപ്തിൽ
പൊളിയായിട്ട് ജീവിക്കാം, സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ മോശ ഒരിക്കലും ആ രാജകൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചില്ല. അവനെന്താ? അവനൊരു ദൗത്യമുണ്ട്. നമുക്കറിയാം, നീ ചിലപ്പോൾ ഒരു കോടീശ്വരൻ്റെ മോനായിരിക്കാം, മോളായിരിക്കാം, നീ ഒരു സമ്പന്നനായിരിക്കാം. ഒരു കാര്യം ഓർക്കണം, ഈ സമ്പത്ത്, ഈ ജീവിത സാഹചര്യങ്ങൾ, ഈ പശ്ചാത്തലങ്ങളൊന്നും നിനക്ക് സുഖിച്ച് മതിച്ച് തിന്നു കുടിച്ച് ആസ്വദിക്കാനുള്ളതല്ല. നിന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ സമ്പത്ത് നൽകി, ഈ വിദ്യാഭ്യാസം, നീ ഒരു PhD കാരനായിരിക്കാം, നീ ഡോക്ടറേറ്റ് ആയിരിക്കാം, നീ എഞ്ചിനീയർ ആയിരിക്കാം, ആരുമാകട്ടെ, ഈ വിദ്യാഭ്യാസം ദൈവം നിനക്ക് നൽകിയത് മോശയെ പോലെ വലിയ ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടിയുള്ളതായിരിക്കുമെന്ന സത്യം നമ്മൾ ആരും മറക്കരുത്. അതിൽ നീ അഹങ്കരിക്കുകയും അരുത്. മോശ അഹങ്കരിച്ചില്ല, മോശ അതിൽ അടിമപ്പെട്ട് ജീവിച്ചില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി. അതൊരു വലിയൊരു ദൈവീക രഹസ്യമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവീകമായ ആ ഒരു പദ്ധതി നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വിളി നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു ദൗത്യമുണ്ട്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ദൈവമേ എന്നെ അവിടെ നിന്ന് ഒരുക്കണമേ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന രോഗങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, തിരസ്കരണങ്ങൾ, കഷ്ടപ്പാടുകൾ എന്തുമാകട്ടെ, അതെല്ലാം തന്നെ ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മെ സജ്ജരാക്കുന്നതാണ്, ശക്തരാക്കുന്നതാണ്, ഒരുക്കുന്നതാണ്. ഇപ്പം നമുക്കത് മനസ്സിലാവത്തില്ല. പക്ഷേ പിന്നീട് ഞാനൊക്കെ ഒത്തിരി അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു വിക്കനായിരുന്നു ഞാൻ. സംസാര തടസ്സമുള്ള അവസ്ഥയിൽ കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് വളർത്തി ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അതെല്ലാം അനുഗ്രഹമാക്കിയ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ സത്യവചനം, ഈ ക്വാളിഫൈ ചെയ്യുന്ന ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയെക്കുറിച്ച് വചനം പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ ഒരുക്കുന്നു, ദൈവം നമ്മെ വളർത്തുന്നു. അതൊക്കെ ഒരു വലിയ ദൗത്യം, ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. നമുക്കതിനു വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ദൈവികമായ ജ്ഞാനം അവിടെ നിന്ന് നൽകണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9ഉം 10ഉം അധ്യായത്തിൽ അങ്ങയുടെ ജ്ഞാനത്താൽ ഇസ്രായേൽ ജനത്തെ നയിച്ചതും മോശയെ നയിച്ചതും ജോസഫിനെ നയിച്ചതുമൊക്കെ ഞങ്ങൾ കാണുന്നു, വായിക്കുന്നു. ജ്ഞാനം വിട്ടുപോകാതെ ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ അവരെ അവിടുന്ന് നയിച്ചല്ലോ. കർത്താവെ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ ജ്ഞാനത്താൽ നയിക്കണമേ. ആ ജ്ഞാനത്താൽ സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ അങ്ങയുടെ ഒരുക്കലാണെന്നും ഞങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കാൻ അങ്ങ് ഞങ്ങളെ ക്വാളിഫൈ ചെയ്യുന്നതാണെന്നും നമ്മുടെ തിരിച്ചറിവോടുകൂടി സന്തോഷപൂർവ്വം അവയെ സ്വീകരിക്കുവാൻ വേണ്ട വലിയ കൃപ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിറച്ചു നൽകണമേ. കർത്താവെ, ശക്തിയോടെ, ധീരതയോടെ, ഉണർവോടെ ഈ ലോകത്തിൽ അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അതിനായി ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ